ഹലോ നമസ്കാരം. കൊച്ചി ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തു നിന്നും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായി 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂം വീടാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത്. ലോൺ സൗകര്യം ലഭ്യമാണ്. എല്ലാ ബാങ്കുകളിലും ലോൺ സൗകര്യം നമുക്ക് ലഭ്യമാണ്. എന്റെ പുറകിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ 4 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിന്റെ ഈ പറഞ്ഞ ഒരു അത്യാവശ്യം നല്ലൊരു മനോഹരമായിട്ടുള്ള വീട്. ഇതിന്റെ കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു കാർ പോർച്ചാണ്. ഒരു 7 സീറ്റർ കാർ ഈ സൈഡിൽ ഇടാനും ഒരു ചെറിയ കാർ ഈ സൈഡിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള അതിവിശാലമായിട്ടുള്ള കാർ പോർച്ച് ഉണ്ട്. ചുറ്റുമുതൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയിട്ടുള്ള ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് ഇതിന്റെ ഫ്രണ്ട് ഡോർ വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് അതിവിശാലമാക്കിയിട്ടുള്ള ഒരു വലിയൊരു മുറ്റമാണ് ഈ വീടിനുള്ളത്. തൊട്ട് സൈഡിലാണ് നമ്മുടെ കിണർ, കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിണർ തൊട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ കാണുന്ന സിറ്റ് ഔട്ട് ആണ്. ഗ്രാനൈറ്റ് ആണ് ഈ സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഷൂ റാക്കോ അതേപോലെ തന്നെ ഒരു കസേരയോ ഇടാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടിയിട്ട് തൂണുകളെല്ലാം ടെക്സ്ചർ ചെയ്തിട്ടുണ്ട്. ഒരു ചെങ്കല്ലിന്റെ ഡിസൈനുള്ള ടെക്സ്ചർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. കുറച്ചധികം ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചെങ്കല്ല് എന്നുള്ളത് തോന്നിക്കും, പക്ഷെ ഇത് ടെക്സ്ചർ വർക്കാണ്. ഇതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം രീതിയിൽ നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കൈവീശിയിട്ടൊന്നും നടന്നാലും ഭിത്തിയിൽ മുട്ടാത്ത രീതിയിലുള്ള സ്ഥലം 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു ഗേറ്റ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ നീളത്തിലുള്ള ഒറ്റ ഗേറ്റ് ആണ്. നമുക്ക് വേണ്ടി കുറച്ച് തുറന്നിട്ടാലും ആൾക്കാർക്ക് കയറാം. പിന്നെ മൊത്തത്തിൽ കയറി തുറന്നിട്ട് കഴിഞ്ഞാൽ വലിയൊരു കാറ് കയറിയിടാൻ പറ്റുന്ന ഇവിടം വരെ നമുക്ക് ഫ്രണ്ട് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള മുറ്റമാണ്. 2 കാറുള്ളവർക്ക് ഈ വീട് പറ്റുന്നതാണ്. കാണുന്നതാണ് ലിവിങ് ഏരിയ. നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് തൊട്ട് കയറി വരുമ്പോൾ തന്നെയുള്ള ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇതില് എന്താന്ന് വെച്ചാൽ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ 4 ഡോറിന്റെ ഒരു ജനൽ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 3 ഡോറിന്റെ ഒരു ജനൽ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചം കയറാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ആണ്. TV യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വാള് മൊത്തത്തിലായിട്ട് TV യൂണിറ്റ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇവിടെ ഒരു വലിയ 65 ഇഞ്ചോ 75 ഇഞ്ചോ TV വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു TV യൂണിറ്റ് ഏരിയ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ചെറിയ മിനി സ്റ്റോറേജ് സ്പേസുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഇതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്കിവിടെ സ്റ്റോൺസ് ഒക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ അലങ്കാരം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 2 സൈഡിലും ഇതും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ തട്ടുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ലിവിങ് ഏരിയ മനോഹരമാക്കാൻ വേണ്ടി പല പല കാര്യങ്ങൾ വെക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ജിപ്സം വെച്ചിട്ട് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് ഒട്ടും വൃത്തികേടാവാത്ത രീതിയിൽ നമുക്കൊരു സെപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മെയിൻ ഡോർ എന്ന് പറഞ്ഞ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു വലിയ ഓവർ അല്ലാത്തൊരു രീതിയിലാണ് ഇതിന്റെ പല കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്ക് മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചണോട് കൂടിയിട്ട് ആക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയ ആണ് ഉള്ളത്. ഡൈനിങ് ഏരിയയിൽ ഒരു 8 സീറ്റർ നമുക്കൊരു ഡൈനിങ് ടേബിൾ ഇട്ടാലും സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റും നടക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. തൊട്ട് സൈഡിൽ വാഷിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള വെച്ചാൽ ഫോൾ സീലിംഗ് ഏരിയ ആണ്. സിമ്പിൾ ഒരു വാം ലൈറ്റ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. വെളിച്ചം നല്ല രീതിയിൽ നമ്മുടെ വീടിന്റെ അകത്ത് കിട്ടുന്ന രീതിയിലാണ് ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്ക് സ്റ്റെയറും വരുന്നത്, സ്റ്റെയർ കേസും വരുന്നത്. സ്റ്റെയർ കേസിനായിട്ട് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഇൻവെർട്ടർ ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്ന എല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പ്ലൈവുഡിലൊന്നും അല്ല, കംപ്ലീറ്റ്ലി മൾട്ടിവുഡിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെയർ
സ്റ്റെയർസ് എല്ലാം ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ 2-3 വീടുകളിൽ നമ്മൾ വീഡിയോ ചെയ്തതിൽ കാണാൻ പറ്റും, എല്ലാ സ്റ്റെയറും കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റിലാണ്. എന്തെങ്കിലും വീണാൽ പെട്ടെന്ന് പൊട്ടാത്ത രീതിയിൽ. കാരണം സ്റ്റെയറിലൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആകെ അലമ്പാവും. കാരണം കളർ മാച്ചിങ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പ്രയാസമുണ്ട്. പെട്ടെന്ന് പൊട്ടാത്ത ഒരു സാധനമാണ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇതാണ് വാഷിംഗ് ഏരിയ വരുന്നത്. വാഷിംഗ് ഏരിയയിലും എല്ലാം ഒരു ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. വാഷിംഗ് ഏരിയ നമുക്ക് റൂമിൽ ഈ പറഞ്ഞ താഴെ ഒരു റൂമാണുള്ളത്. ആ റൂമിലേക്ക് കയറുമ്പോൾ ഒരു കൺജസ്റ്റൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടച്ചിലാണ് അങ്ങനത്തെ ഒരു മിററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് മീൻസ് ഒരു സ്റ്റോറേജും ഒരു സ്ഥലങ്ങളും വേക്കന്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചണിൽ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ചാൽ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ 3 പാളിയുടെയും മറ്റൊരു സൈഡിലായിട്ട് 2 പാളിയുടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെപ്പറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സെപ്പറേഷനിൽ ഈ ഒരു ഏരിയ മൊത്തം എന്താ പറയുക സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പല സ്റ്റോറേജ്, ഈ പറയുന്ന ക്രോക്കർ ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയാനുള്ളത് വെച്ചാൽ ഇതിന്റെ ടൈലാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈനിലാണ്, ഗ്രിപ്പുള്ള ടൈപ്പാണ് ഇവിടുത്തെ ടൈൽ കൊടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് ഗ്ലോസി ആണെങ്കിൽ ഇവിടെ നമുക്കൊരു മാറ്റ് ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തൊട്ട് ബാക്കിലായിട്ട് നമ്മുടെ സെപ്പറേഷനിൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ആണ്. പിന്നെ നമ്മുടെ കബോർഡ് എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു മിനിമൽ ഡിസൈനിൽ, അതായത് ഒരുപാട് ലക്ഷറി അല്ല എന്നാൽ ഒട്ടും കുറവല്ലാത്ത രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഒരു ഗ്രേയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. സിറയുടെ ടാപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് നമ്മുടെ എന്താ പറയാ കിച്ചന്റെ സ്റ്റൗവിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇവിടെ നമുക്കൊരു ഹോബ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമാവും. അതുകൊണ്ട് ഇതേപോലെ തന്നെ ഇത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി സ്റ്റോറേജ് ആണ്. കണ്ടില്ലേ, ഇതെല്ലാം സ്റ്റോറേജ് ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറേജ് ആണ്. പിന്നെ നമുക്ക് മെയിൻലി ഒരു ചോദ്യം വരുന്നത് വെച്ചാൽ പ്ലഗ് പോയിന്റുകളാണ്. നമുക്ക് മോട്ടറിന്റെ പ്ലഗ്, അതേപോലെ തന്നെ പവർ പ്ലഗ്, മിക്സി എല്ലാം കുത്താൻ പറ്റുന്ന രീതിയിലുള്ള പവർ പ്ലഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഓവൻ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പവർ പ്ലഗ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ഹാൻഡ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഇവിടെ ഒരു ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു നല്ല കാര്യമാണ്. കാര്യം ഇവിടെയൊക്കെ പെയിന്റ് ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തെ കാഴ്ചകൾ ഭയങ്കര രസമാണ്. ഈ ഒരു നല്ലൊരു കാറ്റ് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഈ കാണുന്നതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയ കബോർഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഇഷ്ടം അനുസരിച്ച് കബോർഡ് ചെയ്യാം. വളരെ വലിയൊരു കിച്ചൺ സ്ലാബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഷീറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഷീറ്റ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. വെള്ളമെല്ലാം പ്രോപ്പറായിട്ട് പോകാൻ പറ്റുന്നതിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും ആ സൈഡും കിച്ചന്റെ വർക്ക് ഏരിയയിൽ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ആണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. കാണുന്ന വിശാലമായിട്ടുള്ള ബെഡ്റൂം ആണ്. ഇവിടെ 2 ജനൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് 3 പാളിയും ആ സൈഡ് 2 പാളിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് കട്ടിലിടാൻ പറ്റും. അതിനുള്ള സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കട്ടിലിട്ടാലും സുഖമായിട്ട് ഇവിടെ ഒരു ബെഡ് സൈഡർ 2 സൈഡിൽ കൊടുത്താലും നമുക്ക് കട്ടിലിന്റെ ചുറ്റും നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിശാലമായിട്ടുള്ള റൂമാണ് താഴെയുള്ളത്. അത് ഈ കബോർഡ് ഈ പറയുന്ന മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. 3 ഡോർ കബോർഡാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. മേളിൽ താഴെ ഇവിടെ ചെറിയൊരു ടേബിൾ ഏരിയ കൊടുത്തിട്ടുണ്ട്. ചെറിയ ഓഫീസ് വർക്കൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റും. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് വിശാലമായിട്ടുള്ള ബാത്റൂം. ഷവർ ഏരിയയും അതേപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയയും കൂടി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ്ലി സിറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡൻ ഡോർസ് ആണ് ഡോർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. കാളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലാണ്. അങ്ങരപ്പള്ളി ജംഗ്ഷനിലേക്കാണെന്നുണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്നുള്ളത്. തൊട്ടടുത്ത് തന്നെ വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് നമുക്ക് ഗ്രോസറി സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് മെയിൻലി പറയുന്ന സ്കൂളുകൾ തൊട്ടടുത്തുള്ള ഹോളി ക്രോസ് സ്കൂള്, നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 800 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഹോളി ക്രോസ് ഹൈസ്കൂള് തൊട്ടടുത്ത് തന്നെയാണ്. CBSE ആണ് സിലബസ് വരുന്നത്.
പിന്നെ പറയാനുള്ളത് വെച്ചാൽ SNDP സ്കൂൾ വരുന്നുണ്ട്. 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വിദ്യോദയ സ്കൂൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കളമശ്ശേരി മെഡിക്കൽ കോളേജ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ B&B ഹോസ്പിറ്റൽ, സൺറൈസ് ഹോസ്പിറ്റൽ. പിന്നെ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഹൈക്കോടതി, അങ്ങനെയുള്ള ഒരുപാട് ക്യാൻസർ സെന്ററുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ചുറ്റുഭാഗത്തായിട്ടും ഒരുപാട് തരത്തിലുള്ള ഫെസിലിറ്റിയും വരും തലമുറയിൽ അടുത്തൊരു 10 വർഷം കൊണ്ട് ഭയങ്കര രീതിയിൽ ബൂമാകാൻ പോകുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂം വീടാണ്. നമുക്ക് മേളിലേക്ക് പോവാം. മേളിൽ 2 ബെഡ്റൂം ആണുള്ളത്. മേളിലേക്ക് പോവാം. പിന്നെ ഈ ഒരു കിളിവാതിൽ കൊടുത്തിരിക്കുന്ന നല്ലൊരു കാര്യമാണ്. കാര്യം എന്താ വെച്ചാൽ വെളിച്ചം നല്ല രീതിയിൽ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിരിക്കുന്നുണ്ട് ഒരു വിൻഡോ. മേളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു മിനി ഹോള് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിനി ഹാളിൽ തന്നെ നമുക്ക് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ഏരിയ തൊട്ട് സൈഡിലാണ് ഒരു 3 മാളിയുടെ ജനൽ കൊടുത്തിട്ടുണ്ട്. അതായത് പഠിക്കുന്നവർക്ക് സുഖമായിട്ട് ജനൽ തുറന്നിട്ടുള്ള നല്ല കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ബുക്കുകൾ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. കണ്ടമാനം സ്റ്റോറേജ് സ്പേസ് ആണ് പഠിക്കുന്നവർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. മേളിലും വെക്കാം, ഇവിടെയും വെക്കാം. ഹോളിൽ നിന്ന് നമുക്ക് 4 സ്ഥലത്തേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ ഓപ്പൺ ടെറസ് എന്നുള്ള ലെവലിൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഓപ്പൺ ടെറസ്. നമുക്ക് യൂട്ടിലിറ്റി റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് ഭിത്തി വെച്ചിട്ട് ചെയ്തേക്കണതാണ്. സാധാരണ രീതിയിൽ ഗ്രില്ലല്ല, ഇതെല്ലാം ഭിത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ആള് വന്നാൽ നമുക്കിവിടെ കിടക്കാം, അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റഡി റൂമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് മേളിലേക്ക് തൊട്ട് മേളില് നമ്മുടെ ഏറ്റവും ടോപ്പിലേക്ക് ചെല്ലാൻ പറ്റും. ഇതാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നത് മൊത്തം HMTയുടെ ഭൂമിയാണ്. നിലവിൽ അദാനി ഗ്രൂപ്പ് അക്വയർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഈ സൈഡിൽ കൂടെ നമുക്കൊരു വഴി പോകുന്നുണ്ട് കേട്ടോ. ഇത് 4 സെന്റ് സ്ഥലം ഒറിജിനൽ കരഭൂമിയാണ്. 1800 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം ആണ്. എല്ലാ ബാങ്കുകളിലും നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 85 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ പ്രൈസ് ആണ്. മേളത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. 2 സൈഡിൽ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു സൈഡിൽ, ഈ സൈഡിൽ 3 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. കബോർഡുകൾ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. 3 ഡോറിന്റെ കബോർഡുകൾ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, അതിവിശാലമായിട്ടുള്ള കബോർഡാണ്. മേളിൽ സ്റ്റോറേജ് സ്പേസ്, ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിൽ ഫോൾ സീലിംഗ് എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഷവർ ഏരിയയും നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൊടുത്താൽ സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷവർ ഏരിയ കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ് സിറ മെറ്റീരിയൽ വെച്ചാണ് എല്ലാം ബ്രാൻഡഡ് സിറ തന്നെയാണ്. ഈ പറയുന്ന സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ GMന്റെ സ്വിച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. എടപ്പള്ളിയിലേക്കാണെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് മേലത്തെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം താഴത്തെ അതേ ബെഡ്റൂമിന്റെ സ്പേസ് തന്നെയാണ് മേളിലുള്ളത്. കാര്യം രണ്ടും ഒരേ തട്ടിലായതുകൊണ്ട് 2 സൈഡ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോറിന്റെ കബോർഡ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ കൊടുത്തേക്കണം. മിററൊക്കെ വെച്ചിട്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ള 3 ഡോർ കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, തൊട്ട് മേളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സൈഡ് ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് വെച്ചാൽ സെപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സിറയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഡിസൈൻ ആണ്. ഒട്ടും എന്താ പറയാ ഓവറായിട്ട് ഇതിനെ കുത്തി നിറച്ചിട്ട് അങ്ങനത്തെ ഒരു ഡിസൈൻ ഒന്നുമല്ല, സിമ്പിൾ ആണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായി 4 സെന്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിന്റെ 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന 3 ബെഡ്റൂം വീട്, സെമി ഫർണിഷ്ഡ് ആയി എല്ലാ ബെഡ്റൂം കബോർഡ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ള 85 ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എറണാകുളത്തെ ഇടപ്പള്ളി ടോളിലേക്ക് വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതേപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെന്നുണ്ടെങ്കിൽ വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്.
നല്ല ദർശനവും കാര്യങ്ങളും കിണർ വെള്ളവും 2 കാറ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിനെ കുറിച്ച് അറിയുന്നവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തോളൂ. ഇതേപോലുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.